പശുപതി. ഭഗവാനെ, തിരുമേനി കാത്തുകൊള്ളണേ. കാര്യക്കാരെ, ഭിത്തി തുറന്നു കഴിഞ്ഞു. ദീപാരാധന പുറകുവശത്ത് കാണിക്കാൻ തിരുമേനോട് പറയുക. അടിയൻ. തിരുമേനി, ശ്രീകോവിലിന് പിറകിൽ ദ്വാരമിട്ട് കഴിഞ്ഞു. വിഗ്രഹത്തിന് മുന്നിൽ ആരതി ഒഴിയാൻ രാജകൽപ്പനയുണ്ട്. ഭഗവാനെ, നീയുള്ളവരെ കാത്തുവല്ലോ. ഒരു കോടി ജന്മം അടിയാൻ അവിടത്തേക്ക് കടപ്പെട്ടിരിക്കുന്നു. ശംഭോ മഹാദേവ. മേൽശാന്തി പറഞ്ഞത് ശരി തന്നെയാ. വിഗ്രഹത്തിന്റെ പിൻഭാഗത്ത് ഭഗവാന് ജടയുണ്ട്. ശരിയാ തിരുമനസേ, നാമം കണ്ടു ജഡ. നമ്മൾ വെറുതെ ആ ശുദ്ധ ബ്രാഹ്മണനെ സംശയിച്ചു. വരും. ഭഗവാനെ, പരമേശ്വര, അടിയനെ രക്ഷിച്ചല്ലോ ഭഗവാനെ, കാത്തു രക്ഷിച്ചല്ലോ ഭഗവാനെ. നന്ദി ഭഗവാനെ, നന്ദി. മഹാദേവ, മഹാദേവ, നന്ദി, നന്ദി ഭഗവാൻ, ഭഗവാനെ. ശംഭോ മഹാദേവ. തിരുമേനി, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് തിരുമേനി. വിഗ്രഹത്തിന്റെ പുറകിൽ ജടയുണ്ട്. ശരിയാ തിരുമേനി, നാം അങ്ങയെ തെറ്റിദ്ധരിച്ചു.
നാം അങ്ങേ പുച്ഛിക്കുണ്ടായി. നമ്മോടും ക്ഷമിക്കണം. അരുത് തിരുമനസേ, മാപ്പ് ചോദിക്കേണ്ടത് സാക്ഷാൽ മഹാദേവനോടാണ്. മഹാദേവ, കൈലാസപതി, ശ്രീ പരമേശ്വര, നമ്മോടും നമ്മുടെ പട്ടമഹർഷിയോടും അവിടുന്ന് പൊറുക്കണം. പൊറുക്കണം മഹാദേവ. മഹാദേവ, കൈലാസനാഥ, ശ്രീ പരമേശ്വര, നമ്മോടും നമ്മുടെ പട്ടമഹർഷിയോടും അവിടുന്ന് പൊറുക്കണമേ. പൊറുക്കണം മഹാദേവ. ശ്രീ പരമേശ്വര, ഭഗവാനെ, ഭഗവാനെ, ഗംഗാധര. തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ അംബാസമുദ്രം താലൂക്കിൽ ശിവശൈലം ഗ്രാമത്തിലാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. യുഗങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ സൃഷ്ടികർമ്മം നിർവഹിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടപ്പോൾ ബ്രഹ്മാവ് ഇവിടെ വന്ന് ശിവനെ ഭജിക്കുകയും ശിവൻ പ്രത്യക്ഷനായി ബ്രഹ്മാവിന് വീണ്ടും സൃഷ്ടികർമ്മം നിർവഹിക്കാനുള്ള ശക്തി നൽകുകയും ചെയ്തു. അന്ന് പ്രത്യക്ഷനായ ശിവഭഗവാന്റെ തേജസ് ഇന്നും ഭൂമിയിൽ നിന്നും മായാതെ നിൽക്കുന്നതിനാൽ ഈ സ്ഥലം ശിവശൈലം എന്നറിയപ്പെടുന്നു. ഇന്നും ഈ ക്ഷേത്രത്തിലെ ജട നമുക്ക് ശ്രീകോവിലിന് പിന്നിലുള്ള ദ്വാരങ്ങളിലൂടെ ദർശിക്കാൻ സാധിക്കും. മീനാക്ഷിയെ പുറത്തു ചാടിക്കണമെങ്കിൽ മൂർച്ചയുള്ള ഒരു ആയുധം തന്നെ പ്രയോഗിക്കണം. മീനാക്ഷി അബദ്ധസഞ്ചാരിണിയാണെന്ന് പച്ചേമാൽ ചേട്ടന് ബോധ്യപ്പെടണം. അതിനെന്താ ഒരു വഴി? അഴകേശൻ ജ്യേഷ്ഠൻ ഒപ്പം നിൽക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ജ്യേഷ്ഠൻ കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. ജ്യേഷ്ഠനോട് മീനാക്ഷിക്ക് കൂടുതൽ ആഭിമുഖ്യമുണ്ടെന്ന് തോന്നുന്ന വിധത്തിലുള്ള ചില രംഗങ്ങൾ സൃഷ്ടിക്കണം. നന്നായി. മീനാക്ഷിക്ക് പച്ചൈമാലിനോടല്ലാതെ മറ്റൊരു പുരുഷനോടും ആഭിമുഖ്യം തോന്നില്ലെന്നുള്ള സത്യം നമുക്കറിയാം. പക്ഷേ സംശയത്തിന്റെ വിത്തുകൾ ഉള്ളിൽ കിടക്കുന്ന പച്ചൈമാലേട്ടന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ആഭിമുഖ്യമുണ്ട് എന്ന് തോന്നണം, തോന്നിപ്പിക്കണം. അഴകേശന് അതിനായി പരിശ്രമിക്കട്ടെ. ജ്യേഷ്ഠ, ഇനി എന്റെ തന്ത്രം മറ്റൊന്നാണ്. മീനാക്ഷി ചാരിത്രശുദ്ധിയുള്ളവളല്ലെന്ന് പച്ചൈമാൽ ജ്യേഷ്ഠന് ബോധ്യപ്പെടണം. അതിനെനിക്കൊരു പുരുഷന്റെ സഹായം വേണം. മറ്റാരുടെയല്ല, എന്റെ അഴകേശൻ ജ്യേഷ്ഠന്റെ സഹായം തന്നെ വേണം. എന്റെ സഹായം? അതെ, മീനാക്ഷിയോട് വളരെ താല്പര്യമാണെന്ന മട്ടിൽ ചിരിച്ചും ശൃംഗരിച്ചും അടുത്ത് ഇടപഴകിയും ജ്യേഷ്ഠൻ പെരുമാറണം. അത് പച്ചൈമാൽ ജ്യേഷ്ഠന്റെ ശ്രദ്ധയിൽപ്പെടണം. ഇപ്പോൾ തന്നെ ജ്യേഷ്ഠന് മീനാക്ഷിയുടെ സ്വഭാവശുദ്ധിയിൽ സംശയമുണ്ടല്ലോ. നിങ്ങൾ ചേർന്ന് നിന്ന് ശൃംഗരിക്കുന്നത് ജ്യേഷ്ഠന്റെ ദൃഷ്ടിയിൽ പെട്ടാൽ മതി. സംശയത്തിന്റെ ആക്കം കൂടുമല്ലോ. ശിവകാമി, ശൃംഗരിക്കാനും അടുത്ത് മുട്ടിയുരുമി നിൽക്കാനും ഒക്കെ മീനാക്ഷിയുടെ സഹകരണം കൂടി വേണ്ടേ? അവൾ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയല്ലെന്ന് നമുക്കറിയാലോ. പിന്നെ ഞാൻ മാത്രം ശൃംഗരിച്ചിട്ട് എന്താ കാര്യം? അവളൊന്ന് കുണിങ്ങിച്ചിരിക്കാനുള്ള ഒരു വാചകം പറയാൻ പോലും ജ്യേഷ്ഠന് കഴിയില്ലെന്നോ? സംശയരോഗമുള്ള ഒരു ഭർത്താവിന് ഒരു അന്യപുരുഷന് അടുത്ത് നിന്നാ മതി. സംശയം നുരങ്ങി പൊന്തിക്കൊള്ളും. എന്താ? ആ, ഞാനൊന്ന് ശ്രമിച്ചോക്കട്ടെ. ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കാനല്ലേ? അന്യ പെണ്ണിന് മുമ്പിൽ കാമുക വേഷവും കെട്ടാം. മോളെ, നീ എന്താണ് ഈ പറയുന്നത്? മീനാക്ഷിയുടെ മുന്നിൽ കാമുക വേഷം കെട്ടി അഭിനയിക്കാൻ അഴകേശനെ നിയോഗിക്കുമെന്നോ? അതെ, ആ രംഗം ഒളിഞ്ഞു നിന്ന് വീക്ഷിച്ച ശേഷം പച്ചൈമാൽ ജ്യേഷ്ഠനെ വിളിച്ചുകൊണ്ടുവന്ന് അമ്മ കാട്ടിക്കൊടുക്കണം. അയ്യോ, പരപുരുഷനുമായി സല്ലപിക്കുന്ന മീനാക്ഷി പിഴച്ചവളാണെന്ന ശക്തിയുള്ള വിഷം അമ്മ ജ്യേഷ്ഠനിൽ കുത്തിവെക്കണം. ജ്യേഷ്ഠന്റെ സമനില തെറ്റിച്ച് മീനാക്ഷിയുടെ കഥ കഴിക്കുന്ന അവസ്ഥയിൽ എത്തിക്കണം. നിർത്ത്.
അത്തരം തരംതാണ പ്രവൃത്തികൾക്കൊന്നും കുമുദവല്ലി കൂട്ടു നിൽക്കുകയില്ല. തറവാട്ടിൽ അന്തചിത്രം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനും കുമുദം കൂട്ടു നിൽക്കില്ല. ഓ, ആ പെണ്ണിന്റെ വരവ് ഇത്രയ്ക്ക് ശക്തമായി കൂറുമാറുന്ന അവസ്ഥയിൽ എത്തിച്ചോ നിങ്ങളെ? അമ്മയുടെ ചുവടുകൾ മീനാക്ഷി പക്ഷത്ത് അത്രയ്ക്ക് ശക്തിയായി ഉറച്ചുപോയോ? ദേ നോക്ക്, മീനാക്ഷി പച്ചയുമാൽ ബന്ധം തകർക്കുന്നതിനപ്പുറം ഒരു ലക്ഷ്യവുമില്ല ശിവകാമിക്കും മണിമേഖലയ്ക്കും അഴകേശനും. ഒപ്പം നിന്നോണം, ഇല്ലെങ്കിൽ പെറ്റമ്മയാണെന്നൊന്നും നോക്കില്ല, അവസാനിപ്പിച്ചിരിക്കും. മീനാക്ഷി, ആ അഴകേശനോ? ഇരിക്കെ. ഇത്ര സ്നേഹത്തോടെ ആദ്യമായിട്ടാ അഴകേശൻ എന്റെ പേര് വിളിക്കുന്നത്. ശരിയാണ്. എൻ്റെ ശിവകാമിയുടെയും വിവാഹബന്ധത്തിന് വിലങ്ങ് തടിയായി വന്ന പെണ്ണെന്ന നിലയിൽ എനിക്ക് മീനാക്ഷിയോട് കടുത്ത വിദ്വേഷം ഉണ്ടായിരുന്നു. ഇന്നെനിക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു. മീനാക്ഷിയാണ് ശരി. നിങ്ങൾ വിവാഹിതരാകണമെന്ന് ശിവപെരുമാളിന്റെ അരുളപ്പാട് മീനാക്ഷിക്കുണ്ടായി, പച്ചൈമാലിനുണ്ടായി. അങ്ങനെ ഇരുവരും പൂർണ്ണ സമ്മതത്തോടെ വിവാഹിതരായി. ഈ സത്യം ഓർക്കാതെ മീനാക്ഷിയെ പീഡിപ്പിക്കുന്ന സ്വന്തം ഭർത്താവും അമ്മായിയമ്മയും നാത്തൂനുമാണ് കടുത്ത അപരാധികൾ. അവരാണ് കുടുംബദ്രോഹികൾ. അല്ല, മാല കെട്ടി കഴിഞ്ഞില്ലല്ലോ. പൂജാസ്ഥാനത്ത് പോയി പൂർത്തിയാക്കാം. മീനാക്ഷി, എനിക്ക് മീനാക്ഷിയോട് കടുത്ത സഹതാപമുണ്ട്. സഹതാപമോ? എന്തിന്? വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി മുതൽ മീനാക്ഷി അടുക്കളയിലും ഭർത്താവ് അറയിലും അല്ലേ ശയനം കഴിക്കുന്നത്. പിന്നെ എങ്ങനെ മീനാക്ഷിയുടെ മാതൃത്വം പൂവണിയാൻ? എനിക്ക് ബലമായൊരു സംശയം മീനാക്ഷി പച്ചൈമാൽ ചേട്ടന്റെ ഭാര്യയല്ല, താലി കെട്ടിയ സഹോദരിയാണെന്ന്. വേണ്ട, ഇത്തരം സഹതാപമൊന്നും മീനാക്ഷിയോട് വേണ്ട. ഈ വിഷയങ്ങളൊന്നും മേലിൽ എന്നോട് സംസാരിക്കരുത്. ഇല്ല, മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ട വിഷയം തന്നെ സംസാരിക്കാം. തികഞ്ഞ ശിവഭക്തിയല്ലേ മീനാക്ഷി? ശിവപുരാണത്തിൽ ആഴത്തിൽ പാണ്ഡിത്യം നേടിയവന ഈ അഴകേശൻ. ശിവമഹാത്മ്യം പറയാം. അയ്യോ മീനാക്ഷി, ഞാൻ വെറുതെ പറഞ്ഞതല്ല, എനിക്ക് ശിവപുരാണം നല്ല പോലെ അറിയാം. ഈ അഴകേശന്റെ ഒരു കാര്യം. അയ്യോ, ഞാൻ പറയട്ടെ. അല്ലല്ല, അയ്യോ, ശിവമാഹാത്മ്യം അഴകേശൻ പറയാന്നോ? അയ്യോ മീനാക്ഷി, കളിയാക്കണ്ട, ഞാൻ കാര്യമായി പറഞ്ഞതാ. മീനാക്ഷിയുടെ ചിരി കാണാൻ നല്ല രസമുണ്ട്. എന്തിനാ എങ്ങനെ ചിരിക്കണേ? ഫലിതം കേട്ടാ ആരും ചിരിച്ചു പോവില്ലേ? ഓ, ശിവന് മുന്നിൽ ഒന്ന് കൈയെടുത്ത് വണങ്ങുക പോലും ചെയ്തിട്ടില്ലാത്ത വ്യക്തിക്ക് ആഴത്തിലുള്ള ശിവപാണ്ഡിത്യം ഉണ്ടത്രേ.
അയ്യോ മീനാക്ഷിയുടെ ഒരു കാര്യം. നമ്മുടെ പദ്ധതി വിജയിച്ചെന്ന് തോന്നുന്നേ. പശ്ചിമൽ ജ്യേഷ്ഠൻ കൃത്യമായിട്ട് വന്ന് നിങ്ങളുടെ സല്ലാപം കണ്ടിട്ടുണ്ട്. ഇനി കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് തന്നെ നടക്കും. ചേച്ചി വലിയ ശിവഭക്തയാണല്ലേ? അതെ, ശിവഭക്തി കൊണ്ട് എന്താ നേട്ടം? നേട്ടങ്ങളേ ഉള്ളൂ. ഈ പ്രപഞ്ചം മുഴുവൻ ശിവന്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നു. നമുക്ക് ഭക്തി വർദ്ധിക്കും തോറും ശിവന്റെ ശക്തിയും അനുഗ്രഹവും നമുക്ക് പിൻബലമായിക്കൊണ്ടേയിരിക്കും. എന്നിട്ടാണോ ചേച്ചിക്ക് ഇത്രയധികം കഷ്ടപ്പാട്? പണിയൊഴിഞ്ഞ നേരമില്ലല്ലോ ചേച്ചിക്ക്. ചേച്ചിക്ക് ഒരു നിമിഷ നേരത്തെ വിശ്രമം പോലും അനുവദിക്കാത്ത ഈ തറവാട്ടുകാരെ ശിവൻ എന്താ ശിക്ഷിക്കാത്തത്? കൊള്ളാലോ നിന്റെ സംശയങ്ങൾ. ആരെയും ശിക്ഷിക്കരുതെന്ന് ചേച്ചി ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞ മഹാദേവന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നതും അനുഗ്രഹം തന്നെയാണ്. ദൈവഭക്തി ഇല്ലാത്തവരെ ശിക്ഷിക്കാൻ പോലും ഭഗവാൻ അറപ്പാണ് കുട്ടി. ശരിയായിരിക്കാം. ഇവിടെ മറ്റാർക്കും ദൈവഭയം തീരെയില്ല. പച്ചൈമാൽ ജ്യേഷ്ഠനും ഇങ്ങനെ ആയിപ്പോയല്ലോ. ജ്യേഷ്ഠനും എന്നെ പോലെ വലിയ ശിവഭക്തനായിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴോ ഭക്തി തീരെ ഇല്ലാതായി. പരമേശ്വരൻ അദ്ദേഹത്തെ പരീക്ഷിക്കുന്നതായിരിക്കും. എല്ലാം നേരെയാകുന്നുള്ള ഒരു വിശ്വാസമുണ്ട് എനിക്ക്. നേരെയാകണമെങ്കിൽ അവർക്കും ഭക്തി ഉണ്ടാകണം. ഇവിടുത്തെ ചേച്ചിമാരെയും മുത്തശ്ശിയെയും ഒക്കെ ഞാൻ ക്ഷണിക്കാൻ പോവാ. ഇന്നത്തെ ശിവപൂജയിലും പ്രാർത്ഥനയിലുമൊക്കെ പങ്കെടുക്കാൻ. അതെ, നീ അങ്ങോട്ടാ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരെയും പൂജയ്ക്ക് ക്ഷണിക്കാൻ പോകുന്നു. അരുത് കുട്ടി. ശിവപൂജയെന്ന് കേട്ടാൽ അവർ നിന്നെ പുച്ഛിക്കും. തല്ലാനും മടിക്കാത്ത കൂട്ടരാ. ആരെയും ക്ഷണിക്കണ്ട. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എന്നാലും ഭക്തിയുള്ളവർ ഭക്തിയില്ലാത്തവരെ ഭക്തി മാർഗത്തിലേക്ക് നയിക്കണം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ നിങ്ങളെ ക്ഷണിക്കാൻ വന്നതാ. ഇന്നത്തെ ശിവപൂജയിൽ ജ്യേഷ്ഠനും ചേച്ചിയും പങ്കെടുക്കണം. ഇനിയുള്ള കാലം നിങ്ങൾക്കും ഭക്തി ഉണ്ടാകണം. ഓ, ഞങ്ങളെ ഭക്തിമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ നീ ആരാ? പരമശിവന്റെ ആരായിട്ട് വരുന്നേ? നിത്യവും ശിവന്റെ പാദസേവ ചെയ്യുന്ന ഒരു ദാസിയാണ് ഞാൻ. അപ്പോ ശിവൻ തന്റെ പാദങ്ങൾ നിന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കാറുണ്ടോ നിത്യവും പാദസേവ ചെയ്യാൻ? ശിവൻ അങ്ങനെ പ്രത്യേകിച്ച് പാദം കൊണ്ട് വെക്കണ്ടല്ലോ. ഈ പ്രപഞ്ചം മുഴുവൻ ശിവപാദങ്ങളല്ലേ? ആണോ? എന്നിട്ട് ഞങ്ങളെങ്ങും കാണുന്നില്ലല്ലോ. ഭക്തിയുള്ളവർക്കേ അത് കാണാൻ കഴിയൂ. നിങ്ങളുടെ വിവാഹം നടക്കാതെ നീണ്ടു നീണ്ടു പോവുകയല്ലേ? അത് ഭക്തിയില്ലായ്മ കൊണ്ടാണ്. ദേ പീറക്കൊച്ചെ, അടിച്ച് പല്ലു കുഴിച്ചു കളയും ഞാൻ. എങ്ങു നിന്നോ തെണ്ടി തിരിഞ്ഞു വന്നവൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഭക്തിയില്ലായ്മ കൊണ്ടാണ് അത്രേ വിവാഹം നടക്കാത്തത്.
തിണ്ടി പെണ്ണിന്റെ അവിഞ്ഞ കണ്ടുപിടുത്തം. കടന്നു പോയിക്കോ. അവളുടെ ചിരി കണ്ടില്ലേ ശിവഗാമി? ഈ പൂപ്പുഞ്ചിരിയിലാണ് എന്റെ അമ്മായിമ്മ വീണുപോയത്. അറിയാം. ആ തള്ളയുടെ ബലത്തിൽ ഇവിടെ സ്ഥിരമായി കുടി പാർക്കാമെന്ന വ്യാമോഹം വേണ്ട പെണ്ണെ. പിച്ചപാത്രവും കൊണ്ട് തെരുവിലേക്ക് തന്നെ പോയേണ്ടി വരും. കടന്നു പോവാനല്ലേ പറഞ്ഞത്? അപ്പോൾ ശിവപൂജയിൽ പങ്കെടുക്കുന്ന കാര്യം നടക്കില്ല. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? സത്യം പറയാലോ ശിവഗാമി, ഇവളുടെ ഈ പുഞ്ചിരി കാണുമ്പോൾ പലപ്പോഴും എനിക്കും അനുകമ്പ തോന്നാറുണ്ട്. ഓ വേണ്ട. അഴകേശൻ തമ്പുരാന് കൂടി അനുകമ്പ തോന്നി അവളുടെ ഇവിടുത്തെ വേരോട്ടം കൂട്ടണ്ട. ദേ, ആ അനുകമ്പയുടെ ഒരു കണിക പോലും ആ തിണ്ടിയോട് തോന്നിപ്പോവരുത്. ചേച്ചി, അയ്യോ, ഇതാര്? എന്റെ പൊന്നോമിന് കുട്ടിയല്ലേ? കുട്ടിക്ക് എന്താ വേണ്ടത്? ഇന്നത്തെ പൂജയിൽ ചേച്ചിയും പങ്കെടുക്കണം. ആ, ചേച്ചി ശിവനെ നന്നായി പ്രാർത്ഥിക്കുകയും വേണം. ഓ എന്റെ അപേക്ഷയാണ് ചേച്ചി. ഓ, ഈ ശിവനെ പ്രാർത്ഥിച്ച എന്താ ഗുണം കിട്ടുക? ചേച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. ആ, നടക്കൂ? എന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കൂ? മീനാക്ഷി എന്ന ശാപജന്മം ഈ തറവാടിന്റെ പടി ഇറങ്ങണം. മുറച്ചെറുക്കനായ പച്ചയമാൽ എനിക്ക് സ്വന്തമാകണം. അതാണ് എന്റെ ഒരേ ഒരു ആഗ്രഹം. എന്താ, നിന്റെ ശിവൻ ആ ആഗ്രഹം സാധിച്ചു തരൂ? ഇല്ല ചേച്ചി, താൻ കൂട്ടിയോജിപ്പിച്ച ബന്ധത്തെ വേർപിരിക്കാൻ ശിവൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല.